Welcome to all. I am Satish Kumar. വയറിംഗ് ടെക്നിക്സ് മെയിൻ്റനൻസിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മുളമന VHSC സ്കൂളിലെ അധ്യാപകനായ എൻ്റെ ഒരു സുഹൃത്തും കൂടെയായ ശ്രീ സജി പ്രസാദ് സാറ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക്, അതായത് VHSC കുട്ടികളാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും കോമൺ ആയിട്ട് കുട്ടികൾക്ക് മൾട്ടിമീറ്ററും ക്ലാം മീറ്ററും എങ്ങനെയാണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് സമയം കളയാതെ വളരെ ചെറിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ യൂസ് ഓഫ് മൾട്ടിമീറ്റർ ആൻഡ് ക്ലാം മീറ്റർ. ഇതിന്റെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അതൊന്നും ഇല്ല എങ്കിലും ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി വീണ്ടും അതൊരു വീഡിയോ ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അത് നമ്മൾ ക്ലാം മീറ്റർ ആണ്. ഞാനിപ്പോൾ ഈ ആദ്യം കാണിക്കുന്ന ക്ലാം മീറ്ററിന്റെ ഡയൽസും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനിപ്പോൾ അത് ഓൺ ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓഫ് ബട്ടൺ. അത് കഴിഞ്ഞാൽ ഒരു NCV, അത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന്റെ കുറച്ച് കാര്യങ്ങളുടെ വോൾട്ടേജ്, കറണ്ട്, അത് 1000 ആംപിയർ, 400 ആംപിയർ, പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 400 ആംപിയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് AC ആൻഡ് DC, പിന്നെ ഡയോഡ് ടെസ്റ്റിങ്, കപ്പാസിറ്റർ ടെസ്റ്റിങ്, അങ്ങനെ ഓരോന്നായിട്ട് വന്നു. താഴെ ഫ്രീക്വൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹെർട്സ്, ഹോൾഡ്, നമുക്ക് കിട്ടിയ റീഡിങ് ഹോൾഡ് ചെയ്ത് വയ്ക്കാം, പിന്നെ ഫംഗ്ഷൻസ് മാറ്റി എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ 400 ആംപിയറിൽ സെറ്റ് ചെയ്തിട്ട് താഴെ അത് ആംബിയറിന്റെ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ അറിയാം 0.0005 ആംബിയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടയ്ക്ക് ഇതിന്റെ സെയിം ആണോ കറണ്ട് എന്നറിയാൻ വേണ്ടി ഒരു മീറ്റർ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറണ്ട് കൺസംഷൻ ആണ് ഈ 0.005 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടിന്റെയും കൂടെ കമ്പാരിസൺ നോക്കാം. ഇതിൽ കാണിക്കുന്നതും ആ മീറ്ററിൽ കാണിക്കുന്നതായിട്ടുള്ള കമ്പാരിസണുകളൊന്നും ഒത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മീറ്റർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാം മീറ്ററിന്റെ ഫുൾ രൂപ. ഞാനിപ്പോൾ അതിനകത്തൂടെ ഒരു നീല വയർ ഇതിന്റെ ഹോളിനകത്തൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ പ്ലസ് കാണിച്ച് ഇങ്ങനെ പോകുന്ന, അപ്പൊ ഈ 2 പോയിന്റിലും പ്ലസിലും മൈനസിലും കൂടി കടന്നു പോകുന്ന രീതിയിൽ വേണം ഇതിനകത്തൂടെ വയർ കടത്തി വിടാനായിട്ട്. അങ്ങനെ കടത്തി വിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് അതിന്റെ റീഡിങ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ അത് എങ്ങനെയാണ് വയർ കയറ്റുന്നത് പറഞ്ഞാൽ ഞാൻ ഈ പ്രസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നോബ് പ്രസ് ചെയ്യുമ്പോൾ എന്റെ അത് 2 ജായം അകന്ന് വരും. അതിനകത്തൂടെ വേണം വയർ കടത്തി വിടാനായിട്ട്. കടത്തി വിട്ട് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഒരു പാരലായിട്ട് വെച്ചിരിക്കുന്ന മീറ്റർ, ഈ മീറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ 0.005 ആംപിയർ ആ ക്ലാം മീറ്ററിൽ കാണിച്ചത്. ഇല്ലെങ്കിൽ അത് 0 കാണിക്കുള്ളൂ, ഒന്നും ഇല്ലെങ്കിൽ വെറും 0 കാണിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം 0.757 ആംപിയർ, അതായത് 0.75 മുക്കാൽ ആംപിയർ, 1 ആംപിയർ തികച്ചില്ല. ഞാനൊരു ലോഡ് കണക്ട് ചെയ്തപ്പോഴാണ്, ഒരു ലാമ്പ് ലോഡ് കണക്ട് ചെയ്തപ്പോഴാണ് ഇത്ര ആംപിയർ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ മറ്റേ മീറ്ററിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഈ ലാമ്പാണ് ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് ഫുള്ള് കാണിച്ചതുള്ളത് അങ്ങനെയല്ല. അപ്പോഴും ഒരു ചെറിയ ലൈറ്റ് മാത്രമേ, ഇതിൽ നിന്ന് ഒരു ലൈറ്റ് മാത്രമേ ഞാൻ കത്തിട്ടുള്ളായിരുന്നു. അപ്പോഴാണ് 0.75 ആംപിയർ കാണിച്ചത്. ഈ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മീറ്ററിൽ കാണിച്ചിട്ടുണ്ട് 548 വാട്ട്സ്, 2.293 ആംപിയർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ഈ സമയത്ത് 2.293 ആംപിയർ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് 548.8 വാട്ട് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്ലാം മീറ്റർ എത്ര ഉണ്ടെന്ന് നോക്കാം. 2.316 അല്ലെ. അപ്പൊ ഏകദേശം അടുത്തടുത്ത് തന്നെ നമുക്ക് അവിടെ റീഡിങ് കിട്ടി. ഇനി ഈ ക്ലാം മീറ്റർ നമുക്കൊരു മൾട്ടിമീറ്ററിന്റെ പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം അതിനകത്ത് നമ്മൾ കണ്ടു ഓം എന്ന് പറഞ്ഞ കണ്ടായിരുന്നു. ഓമിന്റെ അത് കുറച്ചുകൂടെ ഞാൻ ഏറ്റവും അവസാനം അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ ഒരു 10 വാട്ടിന്റെ ഒരു റെസിസ്റ്ററാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ 2 എൻഡിലായിട്ട് ഞാൻ ഈ മൾട്ടിമീറ്ററിന്റെ പ്രോബ് കണക്ട് ചെയ്യും. ഇപ്പൊ ഇത് വഴിയല്ല, നമ്മൾ പ്രോബ് വഴിയാണ് കണക്ട് ചെയ്തത്. പ്രോബ് വഴി പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് കണക്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര റീഡിങ് കിട്ടി നോക്കാം. ഞാൻ നിങ്ങൾക്ക് നോക്കാം, അതേ കണ്ടോ, ഓമിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓമിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നുണ്ടോ 9.7 ഓം. ആ 9.7 നമ്മൾ 10 ഓമാണ് ചെക്ക് ചെയ്തത്. അപ്പം 9.7 ഓം ഉണ്ട്. കാര്യം അതിനകത്ത് മിനിമം ഒരു 10% എങ്കിലും ഒരു ടോളറൻസ് ഉള്ളത് കൊണ്ട് പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറഞ്ഞു കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സർക്യൂട്ട് ബോഡി ഇരുന്ന റെസിസ്റ്റൻസ് ആണ്. അതിന്റെ നടുക്ക് കത്തിപ്പോയി.
അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കളർ കോഡ് അറിഞ്ഞുവിടാം. നിങ്ങളെ റെസിഡൻസിന്റെ കളർ കോഡ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എളുപ്പത്തിൽ പറയാനായിട്ട് ബി റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് ബി ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെ 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 അത് കയറി വരുന്ന ഒരു കളർ കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എനിക്ക് ഈ ബാക്കി വാല്യൂസ് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു കരിഞ്ഞു പോയ ഒരു റെസിസ്റ്റൻസിന്റെ അതിനകത്ത് ഞാൻ ഈ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണം. നമുക്ക് എത്ര റീഡിംഗ് കിട്ടിയെന്ന് നോക്കാം. 121.1, 127.1. അതായത് മിക്കവാറും ഇത് 140 ഓം, 150 ഓമോ അല്ലെങ്കിൽ 120 ഓമോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ 120 ഓമോ ആയിരിക്കാം. നമ്മൾ പറഞ്ഞില്ലേ പ്ലസ് ഓർ മൈനസ് ഒരു 10% ടോളറൻസ് അല്ലെങ്കിൽ 20% ടോളറൻസ് അല്ലെങ്കിൽ 5% ടോളറൻസ്, അങ്ങനെ ഈ ഗോൾഡ്, സിൽവർ അങ്ങനെ മാറി വരാറുണ്ട്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് കളർ ഉണ്ടാകും ബ്രൗൺ, ബ്ലാക്ക്, റെഡ്, പിന്നെ ഗോൾഡ് ടോളറൻസ്. ഗോൾഡ് ടോളറൻസ് ആയപ്പോൾ 5% ഉള്ളൂ എന്നാണ്, പ്ലസ് ഓർ മൈനസ് 5% എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ബ്രൗൺ, ബ്ലാക്ക്, റെഡ് ആയപ്പോൾ നമുക്ക് 1, 0, ബ്രൗൺ ആയപ്പോൾ 1, ബ്ലാക്ക് ആയപ്പോൾ 0, പിന്നെ അടുത്ത റെഡ് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ 2 എന്നാണ് നമ്പർ. അപ്പോൾ 2 ആയപ്പോൾ 1000. അപ്പോൾ 1000 ഓം. അപ്പോൾ 1000 ഓം ആണ് നമുക്ക് ഇവിടെ ഇതിന്, അതായത് 1 കിലോ ഓം ആണ്. നമുക്ക് 5% ടോളറൻസും ഉണ്ട്. നമുക്ക് ഇതിന്റെ റീഡിംഗ് എങ്ങനെ നോക്കാം. 974 ഓം അതിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് ഒരു നിയർ ബൈ 1000 അടുപ്പിച്ച് നമുക്ക് അതിനകത്ത് അവിടെ നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിമീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൾട്ടിമീറ്ററും ക്ലാമോമീറ്ററും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്, മൾട്ടിമീറ്ററിൽ ഒരു സാധനത്തിന് തന്നെ പല റേഞ്ചിൽ, വൈഡ് റേഞ്ചിൽ കിട്ടും. പക്ഷെ ക്ലാമോമീറ്റർ അങ്ങനെയല്ല. നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടി അതിൽ തന്നെ ഇട്ട് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് പലതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കാണാം. ഞാൻ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ടൊരു 1 കിലോ ഓമിന്റെ റിയോസ്റ്റേറ്റ് പൊട്ടൻഷ്യോമീറ്റർ, അതായത് വേരിയബിൾ റെസിസ്റ്റർ വേരി ചെയ്യണം. അപ്പൊ ആദ്യം വെച്ചാൽ അത് പോയിന്റ്, അതായത് 16 ഓമേ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം റെസിസ്റ്റൻസിൽ നിന്നു, അല്ല മിനിമം റെസിസ്റ്റൻസിൽ നിന്നു. വേരി എന്ന് വെച്ചാൽ 122, 716 വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു റെസിസ്റ്റൻസ്, നമ്മൾ നേരത്തെ ക്ലാമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് അതേ 1 കിലോ ഓം റെസിസ്റ്റൻസ് ഞാൻ ഇവിടെയും ചെക്ക് ചെയ്തു. 979 ഓം അതിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൾട്ടിമീറ്ററിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പല വാല്യൂസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓംസ്, വോൾട്ടേജ്. ഇനി വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ ആ AC വോൾട്ടേജ് എന്റെ മീറ്ററിൽ കണ്ടോ 240.3 വോൾട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അതേസമയം അതേ കണക്ഷനിൽ തന്നെ ഞാൻ പാരലായിട്ട് നമ്മുടെ മൾട്ടിമീറ്ററും വോൾട്ടേജ് റേഞ്ച് ACയിലിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 240 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൾട്ടിമീറ്റർ വെച്ച് DC വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നത് ഞാനൊരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴി കണക്ട് ചെയ്ത ഒരു 10 ആംപിയറിന്റെ റെക്ടിഫയർ ആണ്. റെക്ടിഫയർ AC DC ആക്കുന്ന യൂണിറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ റെക്ടിഫയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ റെക്ടിഫയർ AC കൊടുത്തിട്ട് അതിൽ DC ഞാൻ എടുക്കുകയാണ്. ഈ DC എടുത്ത് നമുക്ക് ഇതിൽ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ മീറ്ററിന് പാരലായിട്ട് നമ്മുടെ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് എന്റെ വോൾട്ടേജ് നോക്കാം. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പാരലായിട്ടുള്ള പാനൽ മീറ്ററും. ഇനി നമുക്കിവിടെ നമ്മളെ മൾട്ടിമീറ്റർ നോക്കാം. ഞാൻ 50 വോൾട്ട് സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ മൾട്ടിമീറ്ററിൽ എത്ര തന്നെയാണ്? 50 വോൾട്ട് തന്നെയാണ്. ഞാനത് അടുത്ത 200-ന് അല്പം മുകളിലാണ് കാണിക്കുക. നീട്ടിൽ കാണുമ്പോൾ അറിയാം 200 കടന്ന് നിൽക്കേണ്ട. ഈ മീറ്റർ 200 വരെ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ 207 വോൾട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് DC ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നേരത്തെ AC ആണ് തൊട്ട് താഴെയുള്ള മഞ്ഞയിലായിരുന്നെങ്കിൽ ആരോ ഇപ്പോൾ അതിന്റെ മുകളിലുള്ള DC വോൾട്ടേജിലാണ് പോയി നിൽക്കുന്നത്. അതിന്റെ 500-ലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ DC വോൾട്ടേജ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം, ടച്ച് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ അതിനകത്ത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാവൂ. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സൗണ്ട് കിട്ടും. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പറ്റും, ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ ഓരോന്നായിട്ട് കീ ബട്ടൺ സെറ്റ് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വോൾട്ടേജ്, ഓം, കിലോ ഓം, മെഗാ ഓം ഇങ്ങനെ മാറി വരുന്നത് നമുക്കത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അത് ഈ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വയർ, നമുക്ക് ഫേസ് വയർ സപ്ലൈ ഉണ്ടോ ചെക്ക് ചെയ്യുന്നത്. ന്യൂട്രൽ വയറായിട്ടാണ് സൗണ്ട് കേൾക്കാത്തത്. അത് നമ്മൾ തള്ളി മുകളിലേക്ക് കൊണ്ട് ചെന്നപ്പോൾ ആ ഫേസ് വയർ നീല വയറിന് അടുത്ത് എത്തിയപ്പോഴാണ് ആ സൗണ്ട് കേട്ടു തുടങ്ങി. അതിനർത്ഥം ഇവിടെ ഫേസ് വയറിൽ തട്ടിയാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കില്ല. ഇപ്പോൾ ഈ മീറ്ററിൽ കൂടെ നമുക്ക് സപ്ലൈ ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു.